ഞാൻ ഇന്നിവിടെ വെക്കാൻ പോകുന്നത് കാടമുട്ട പീരയാണ് കൂട്ടുകാരെ. അതിന് ആദ്യം കാടമുട്ട നമ്മൾ പുഴുങ്ങാൻ വെച്ചു. അതിന് ശേഷം വേറൊരു ചട്ടിയിലേക്ക് തേങ്ങാപ്പീര, പച്ചമുളക്, പിന്നെ സബോള, ഇഞ്ചി, കരിവേപ്പില അതെല്ലാം ഇട്ടതിന് ശേഷം ഉലുവാപ്പൊടി, ജീരകപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 2 കുടംപുളി എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ നല്ലവണ്ണം കൈകൊണ്ട് ഞെരടുക. എരിവൊക്കെ കുറച്ച് വെച്ചാൽ ഇത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. പിന്നെ ഇതിങ്ങനെ നടുവേ ഒന്ന് കീറുക കാടമുട്ട. അത് കഴിഞ്ഞ് ഇത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടാലും നല്ലതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കീറി ഇടുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. അത് കഴിഞ്ഞ് ഇത് കീറി ആവി ആയതിനകത്തോട്ടിട്ട് ഒന്നുകൂടെ തട്ടിപ്പൊട്ടി വെക്കുക. തട്ടിപ്പൊട്ടി വെച്ചതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും അതിലോട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും അങ്ങോട്ട് ഒഴിക്കുക. അതൊഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ അടച്ച് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞെടുത്താൽ നല്ല ഇത് തോരൻ റെഡി.